ക്യൂബ് റൂട്ട് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്നാണ്. ഇപ്പം 13,824 ക്യൂബ് റൂട്ട് എത്രയാണെന്ന് നമുക്ക് ഒരു കാൽക്കുലേറ്ററോ ഒന്നും ഉപയോഗിക്കാതെ എങ്ങനെ എഴുതാമെന്നാണ് നോക്കുന്നത്. അതിന് ആദ്യമേ തന്നെ നമ്മൾ എല്ലാത്തിൻ്റെ 1 to 10 ഉള്ള എല്ലാത്തിൻ്റെയും ക്യൂബ് എഴുതുകയാണ്. അപ്പോൾ 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27. 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64. ഇവിടെ 5 ക്യൂബ് 125, 6 ക്യൂബ് 216, 7 ക്യൂബ് 343, 8 ക്യൂബ് 512, 9 ക്യൂബ് 729. ഇനി എല്ലാം യൂണിറ്റ് ഡിജിറ്റ് ഞാനൊരു ദൂരത്തിനകത്ത് ഇട്ടേക്കാണ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്കിനി ഈ ഒരു ക്യൂബ് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം. ക്യൂബ് റൂട്ട് ഓഫ് 13,824 എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ആദ്യത്തെ യൂണിറ്റ് ഡിജിറ്റ് ഏതാണെന്ന് നോക്കാം. 4 ആണ്. അപ്പോൾ 4 ഇവിടെ ഞാൻ ഏതാണ് ചെയ്തിരിക്കുന്നത്? ഇതാണ്. അതായത് 4 യൂണിറ്റ് ഡിജിറ്റായിട്ട് വരുന്നത് 4 ക്യൂബിൻ്റെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 4 റൈറ്റ് സൈഡിൽ എഴുതാം. ഇനി വലതു ഭാഗത്തു നിന്ന് 3 ഡിജിറ്റ് വിട്ടിട്ട് 1, 2, 3 ഡിജിറ്റ് വിട്ടിട്ട് ബാക്കി സംഖ്യ നോക്കാം. 13 ഇതിൽ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. 7നേക്കാളും ചെറുതാണ്, 18നേക്കാളും വലുതാണ്. അപ്പോൾ 27 എത്താത്തത് നമ്മൾ കംപ്ലീറ്റ് ആയതുകൊണ്ട് 8 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ആണ്. അപ്പോൾ 24. 24ൻ്റെ ക്യൂബാണ് 1, 3, 8, 4. ക്യൂബ് റൂട്ട് ഓഫ് 42875 എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി യൂണിറ്റ് ഡിജിറ്റ് നോക്കാം. അതെന്താണ്? 5 ആണ്. അപ്പോൾ 5 ഇവിടെ എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? 5ൻ്റെ ക്യൂബിൻ്റെ അവിടെയാണ് 5 എൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് നമ്മൾ 5 ആയിട്ട് എടുത്തു. ഇനി റൈറ്റ് സൈഡിൽ നിന്ന് 3 ഡിജിറ്റ് വിട്ടിട്ട് 1, 2, 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 42 ആണ്. അത് 42 ഇതിൽ എവിടെ വരും? 27നേക്കാളും വലുതാണ്, എന്നാൽ 64നേക്കാളും ചെറുതാണ്. അപ്പോൾ 24ലാണ് വരിക. അപ്പോൾ 3, 35. അപ്പോൾ 35ൻ്റെ ക്യൂബാണ് 42875 എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ക്യൂബ് റൂട്ട് ഓഫ് 941192 എന്നാണ്. നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് എടുക്കുകയാണ്. 2 ആണ്. 2 എവിടെയാണ് വരുന്നത്? 2 8ൻ്റെ ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 8 എടുത്തു. 8 ആയിരിക്കും ഇതിൻ്റെ യൂണിറ്റായിട്ട് വരുന്നത്. ഇനി റൈറ്റ് സൈഡിൽ നിന്ന് 3 ഡിജിറ്റ് വിട്ടു. 1, 2, 3. ബാക്കി എന്തുണ്ട്? 941 ഉണ്ട്. അപ്പോൾ 941 എവിടെയാണ് വരിക? ഏതായാലും 1000 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000. അപ്പോൾ 1000നേക്കാളും ചെറുതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? 729 വരുമല്ലോ. അപ്പോൾ 9. നമുക്കിവിടെ എഴുതാമെന്നാ 9. അപ്പോൾ 98ൻ്റെ ക്യൂബാണ് 941192. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 110592. ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഏതാണ്? 2 ആണ്. അപ്പോൾ 2 എവിടെയാണ് വരുന്നത്? 8ൻ്റെ ക്യൂബിനായിട്ട് വരാം. അപ്പോൾ നമ്മൾ യൂണിറ്റ് ഡിജിറ്റായിട്ട് 8 എടുത്തു. ഇനി റൈറ്റ് സൈഡിൽ നിന്ന് 3 ഡിജിറ്റ് വിടുക. 1, 2, 3. 110 ആണ്. 110 എവിടെയാണ് വരുന്നതെന്ന് നോക്കുക. 125നേക്കാളും ചെറുതാണ്. അപ്പോൾ 64 നമുക്ക് എടുക്കാം. അപ്പോൾ 4. അപ്പോൾ 48ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 110592 ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 274625 എന്നാണ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 5 ആണ്. അപ്പോൾ 5 ഇവിടെ എൻഡിങ് എന്ത് ചെയ്താൽ 5 ക്യൂബിലാണ്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റായിട്ട് നമ്മൾ 5 എടുത്തു. ഇനി 3 ഡിജിറ്റ് വിട്ട് 1, 2, 3. ബാക്കി 274. 274 എവിടെയാണ് വരിക? 343നേക്കാളും ചെറുതാണ്. അപ്പോൾ 216 വരുള്ളൂ. അപ്പോൾ 6 നമുക്കെടുക്കാം. 6 എടുക്കാം. അപ്പോൾ 65ൻ്റെ ക്യൂബാണ് 274625. അടുത്തൊരു കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 571787 എന്ന് വന്നിട്ടുണ്ട്. ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പോൾ 7 എവിടെയാണ് വരുന്നത്? 3യുടെ ക്യൂബിൻ്റെ അവിടെ വരിക. അപ്പോൾ നമ്മൾ യൂണിറ്റ് ഡിജിറ്റായിട്ട് 3 എടുത്തു. ഇനി 3 ഡിജിറ്റ് നമ്മൾ വിട്ടു. 1, 2, 3. ബാക്കി 571 ആണ്.
571 എവിടെ വരും? ഇത് 729 ആണ് 9 വരുമ്പോൾ. അപ്പോൾ 8 ക്യൂബിൻ്റെ സ്ഥാനത്ത് വരും. അപ്പോൾ 8 എഴുതി. അപ്പോൾ 83യുടെ ക്യൂബാണ് 571787.